പണ്ട് ഈ ടി വി ഒക്കെ വരുന്ന സമയത്ത് ടി വി കാണുന്നത് വിഡ്ഢിപ്പെട്ടി എന്നാ ടി വിയെ വിളിച്ചിരുന്നത്. ടി വിക്ക് ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പത്രം വായിക്കണം, അതാണ് ഏറ്റവും മഹത്തായ കാര്യം എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടി വി വലിയ പ്രചാരത്തിലാവുകയും കേബിൾ ടി വി വരുമ്പോൾ അയ്യോ കേബിളൊന്നും വീട്ടിലെടുക്കണ്ട, അതൊക്കെ ഭയങ്കര മോശം കാര്യം, പിള്ളേരൊന്നും പഠിക്കില്ല, ആ ഒരു ലെവലിലായി. അതിന് ടി വി, ഈ കേബിൾ ടി വിയും പല പല ചാനലുകൾ വരികയും ന്യൂസ് ചാനലുകൾ വരികയും ഒക്കെ ചെയ്തപ്പോൾ പിന്നെ ന്യൂസ് ചാനൽ വെക്കുന്നത് വളരെ ഡെയിലി ന്യൂസ് ചാനലിന് അത്ര ഇതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സൈറ്റുകളാണ്. ഇന്റർനെറ്റിന്റെ വരവോടുകൂടി വാർത്താ സൈറ്റുകൾ വന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അത് നേരെ യൂട്യൂബ് ചാനലിലേക്ക് വന്നു. പിന്നെ വാട്സപ്പിന്റെ വരവായി. അത് കഴിഞ്ഞ് ഫേസ്ബുക്ക് ഇത്രയും ഓർക്കുട്ട് വന്നു. അതായത് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഓർക്കുട്ടായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ വാട്സപ്പ് വന്നു, ഫേസ്ബുക്ക് വന്നു, യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി. ഈസി ആയി തുടങ്ങി. കാരണം അതിനെ ഒരു കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഈസി ആയിട്ട് ഈ നെറ്റ് കിട്ടാൻ, പണ്ട് ഇന്റർനെറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് സാംസങ്ങിന്റെ ഏസ് ഒരു ഫോൺ വന്നിട്ട് അതിൽ നെറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ മറ്റേ ഗ്ലോബിന്റെ പടം ഇങ്ങനെ തെളിഞ്ഞു വരുന്നതൊക്കെ കണ്ടപ്പോ എന്തോ ഒരു ആത്മനിർവൃതിയായിരുന്നു, നെറ്റ് വരുന്നു എന്നുള്ളത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ജിയോ റിലയൻസ് ആണ് ആദ്യമായിട്ട് ആൾക്കാർക്ക് നെറ്റും, അതായത് കോൾസ് ആയാലും ഫോൺ പോലും ഇത്രയും ഈസി, കമ്മ്യൂണിക്കേഷൻ ഇത്രയും ഈസി ആക്കിയത് എന്ത് പറഞ്ഞാലും അംബാനി തന്നെയാണെന്ന് പറയാം. ഫോൺ വിളിക്കണമെങ്കിൽ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഫോൺ വിളിക്കുന്ന ഷെഡ്യൂൾ ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്, ട്രങ്ക് കോള് ബുക്കിംഗ് അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു എടുത്ത്. അത് കഴിഞ്ഞിട്ട് സ്കൈപ്പ് വന്നായിരുന്നു. സ്കൈപ്പ് നിൽക്കുന്ന ടൈമിലാണ് വാട്സപ്പ് വന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, വാട്സപ്പ് വന്നിട്ട് ഞാൻ എന്റെ അടുത്ത വീട്ടിലെ കുട്ടിയുടെ അടുത്തതൊന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് ഇതെന്താണെന്ന് എനിക്കും അറിയില്ല. ലാസ്റ്റ് ഞാൻ കോളേജിൽ വന്നിട്ട് ഇവിടെ എറണാകുളത്തുള്ള ഒരു കുട്ടീനെ കൊണ്ടാണ് വാട്സപ്പ് ശരിയാക്കിയത്. അന്ന് വാട്സപ്പില് ഫോട്ടോ അയക്കാനുള്ള സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെസ്സേജ് മാത്രമല്ല, ടൈപ്പ് ചെയ്ത മെസ്സേജ് ഇടാ, ഫോട്ടോ അയക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഈ വോയിസ് മെസ്സേജ്, പിന്നെ വോയിസ് കോളായി, വീഡിയോ കോളായി, അത് തന്നെ ഗ്രൂപ്പ് കോളായി. ഇപ്പൊ പണ്ട് ഒരാളെയല്ലേ നമുക്ക് ഗ്രൂപ്പ് കോളായി. ഇനിയിപ്പോ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ വോയിസ് ചാറ്റ് ആയി. അങ്ങനെ എല്ലാം അവൈലബിൾ ആയി വന്നു. മാറ്റം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ മെയിൻ സ്ട്രീം ചാനലുകൾ, അതായത് സാറ്റലൈറ്റ് ചാനൽ, ടി വിയിൽ കാണുന്നത്, ഇപ്പൊ ആരും ടി വി ഒന്നും അധികം ഇരുന്ന് കാണാറില്ല. എല്ലാം മൊബൈൽ ഫോണിൽ എല്ലാം കിട്ടും അല്ലേ. സീരിയൽ ഉൾപ്പെടെ സകലതും മൊബൈൽ, എല്ലാവരും മൊബൈലിലാണ് ഇതെല്ലാം കാണുന്നത്. എന്നാൽ പോലും ഇവിടുത്തെ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ചാനലുകൾക്കുള്ള അവരുടെ ഒരു അപ്രമാദിത്വം അങ്ങനെ നിലനിൽക്കുകയായിരുന്നു. അപ്പൊ പലരും ഓൺലൈൻ മാധ്യമപ്രവർത്തകരെന്ന് വിളിക്കാൻ പോലും മടിക്കുന്ന സാഹചര്യമാണുള്ളത്. പകരം അവരെല്ലാം ബ്ലോഗർമാരും ഇൻഫ്ലുവൻസർമാരും ആയി ഒതുക്കും. അവർക്ക് പറയാൻ ഭയങ്കര മടിയാ. എൻ്റെ അറിവില് ഇപ്പൊ ഈ ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകനാണ് ഈ വാർത്തയ്ക്ക് ഒരു പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വാർത്ത, ഈ മറുനാടൻ മലയാളി, മറുനാടൻ ടി വി, അതിന്റെ ആ തുടക്കകാലത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇപ്പോൾ മറുനാടനിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പല പ്രമുഖ ചാനലുകാരും ജോലി പോലും തരില്ല, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചെയ്ത ജോലിയിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് അപ്പൊ അവരായിരുന്നു ഇതിനൊരു തുടക്കം വെച്ചത്. ഇപ്പൊ ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ചില വിഷയങ്ങൾ ഇവിടെ ചർച്ചയായപ്പോൾ മാധ്യമപ്രവർത്തകൻ എന്ന് പറയാൻ പല മീഡിയാസും പറയുന്നില്ല, പകരം യൂട്യൂബർ എന്നൊക്കെ മനഃപൂർവ്വം പറയുന്നുണ്ടായിരുന്നു. യൂട്യൂബർ ആണ് ഇതിപ്പോ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം തമ്മിൽ എന്നൊരു പരിപാടി 24-ന്റെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന് പറയാവുന്ന ശ്രീകണ്ഠൻ അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്ന തമ്മിൽ അദ്ദേഹത്തിന്റെ പഴയ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ ജനങ്ങൾ അതെന്താ അദ്ദേഹത്തിന്റെ ആ തുള്ളിച്ചാട്ടവും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ച, ഈ മാധ്യമം, ഈ എന്താ പറയാ, ജേർണലിസ്റ്റുകളില് പണ്ട് വാർത്ത വായിച്ചിരുന്ന ഒരു രീതി, ഇപ്പൊ നമ്മള് ടി വിയിൽ വാർത്ത കാണുമ്പോ ഇങ്ങനെ ഇരുന്ന് കണ്ണ് അനങ്ങില്ല. പക്ഷെ അന്ന് വാർത്ത കാണാൻ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. വാർത്ത വായിക്കുന്നവര് സാരിയെ ഉടുക്കൂ, മുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതിന് തുള്ളിച്ചാടി അവതരിപ്പിക്കുന്ന ഒരു രീതി തന്നെ കൊണ്ടുവന്നത് ഈ വാർത്ത വായിക്കുന്നവർക്ക് ഫാൻസ് ആയി. അതെ അതെ, ഫിലിം സ്റ്റാർസിനുള്ള പോലെ തന്നെ ഫാൻസ് വാർത്ത വായിക്കുന്ന ഒത്തിരി പേർക്കുണ്ട്. ഇപ്പൊ ശ്രീകണ്ഠൻ സാറ് പോലും ഇപ്പം നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാം ആദ്യം ചെയ്തിരുന്ന ഒരു ശൈലി കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ചെറുതിലേക്കാണ്. അപ്പൊ എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് നമ്മൾ തമ്മിൽ കാണാൻ. അങ്ങനെയാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാധനയോടെ തന്നെ ഈ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാം പുള്ളി ചെയ്യുന്നത് കുറച്ചുകൂടെ. ഇപ്പോ ഞാൻ അതിൽ നോക്കി കാണുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ നമ്മുടെ സംവിധാനങ്ങൾ മാറി വന്നു, മീഡിയയുടെ രീതി മാറി വന്നു. അതിനനുസരിച്ച് ഇപ്പൊ ശ്രീകണ്ഠൻ സാറിന്റെ ഒക്കെ ഈ ഒരു ഏജ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞു വന്ന ആളാണ് അതെ 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 പുള്ളി.
പുള്ളിക്കും വല്ലാത്ത ചേഞ്ച് ഉണ്ട്. അതെ. അപ്പോ ആ തമ്മിൽ പരിപാടിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു കോമാളി വേഷം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഏതൊരു പുതിയ നടിയെ കണ്ടാലും പ്രപ്പോസ് ചെയ്യുന്ന ഒരാൾ, സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഒരാൾ ഗസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ് എന്നാണ്. അതിനു മുന്നേ ഒരു കാര്യം കൂടെ, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു വൺമാൻ ഷോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളിയെ ഇഷ്ടമാണ്. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ തന്നെയാണ് മൊബൈൽ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. ക്യാമറ സെറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ പോലും ക്യാമറ സ്റ്റാൻഡ് കൊണ്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് എഡിറ്റിംഗ് ഉൾപ്പെടെ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഒരു ലേഡി സന്തോഷ് പണ്ഡിറ്റ് ആണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സന്തോഷ് പണ്ഡിറ്റിനെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നു. കാരണം എല്ലാം ആള് അതിന്റെ പെർഫെക്ഷൻ എത്ര ഉണ്ട് എന്നുള്ളതല്ല, ഒറ്റയ്ക്ക് ആൾ ഇതെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ്. സന്തോഷ് പണ്ഡിറ്റിനെ ഈ പ്രധാന ചാനലുകൾ വിളിച്ചിരുത്തി, ഗസ്റ്റ് ആക്കി വിളിച്ചിരുത്തി ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വശം. പക്ഷെ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഫേമസ് ആയ ആളല്ല. പക്ഷെ ഇപ്പോ ഈ സമയത്തും ഇവർ ഈ ഓൺലൈൻകാരെ അംഗീകരിക്കാൻ മനസ്സ് കാണിക്കാത്തിടത്ത് സന്തോഷ് വർക്കി അവിടെ ഗസ്റ്റായി വന്നിരിക്കുകയും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് അവിടെ ഡിസ്കഷൻ നടക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു ചിന്താഗതി മൊത്തത്തിൽ മാറി എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ഇപ്പൊ ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റ്, അലിൻ ജോസ് പെരേര, ഇതൊക്കെ വേറൊരു സന്തോഷ് വർക്കിയെ കുറിച്ചല്ലേ പറയുന്നത്? അല്ല, സന്തോഷ് പണ്ഡിറ്റിനെ തന്നെയാണോ? സന്തോഷ് ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര, അത് സന്തോഷ് വർക്കി, രണ്ട് സന്തോഷാണല്ലേ. ഇവരെല്ലാവരും വേറൊരു യൂണിവേഴ്സാണ്. അതെ. പക്ഷെ ഈ യൂണിവേഴ്സിന്റെ ശരിക്കുള്ള തലതൊട്ടപ്പൻ സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ്. അതെ. പക്ഷെ അതില് ഈ ഒരു പ്രോഗ്രാമിൽ പുള്ളി പറഞ്ഞ ഒരു കാര്യം നമ്മളെല്ലാവരും നോട്ട് ചെയ്യേണ്ടതാണ്. പുള്ളിയുടെ കയ്യിലെ കാശിറക്കിയിട്ടാണ് പുള്ളി ചെയ്തത്. പക്ഷെ ഇവരതല്ല ചെയ്യുന്നത്. അതിലൂടെ കോപ്രായം കാണിച്ച് കാശുണ്ടാക്കുന്നതാണ്. വേറൊരു കാര്യം, എനിക്ക് പണ്ടൊക്കെ എത്ര കഴിവുള്ളവരായാലും അവർക്ക് അവരുടെ ഒരു കഴിവ് ഒരു വേദിയിൽ പ്രകടിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അതൊന്ന് അംഗീകരിച്ച് കിട്ടണമെങ്കിൽ വളരെ പാടായിരുന്നു. സിനിമയിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്വപ്നമായി നടന്ന് എത്ര പേരുടെ ജീവിതമാണ് സ്പോയിലായിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്കൊരു ഫോണും നമുക്കൊരു നെറ്റ് കണക്ഷനും വൈഫൈ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് എന്ത് കഴിവുണ്ടോ അത് നമുക്ക്. പക്ഷെ ഈ ഇൻസ്റ്റയിലൊക്കെ കുറെ ആൾക്കാർ ഈ ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ളവരായിക്കോട്ടെ, അവരവരുടേതായ ലോകത്ത് ഈ പറഞ്ഞ പോലെ അവർ വേറൊരു യൂണിവേഴ്സിലാണ്. ഒരാള് പാട്ട് പാടി നമ്മൾ ഇതൊക്കെ എങ്ങനെ ഇവർ അപ്പ് ചെയ്യുന്നു എന്ന് തോന്നും. നമ്മൾ തന്നെ ഒരു 10 ഫോട്ടോ എടുത്താൽ അതിൽ നിന്ന് 1 or 2 ഫോട്ടോയെ നമുക്ക് തന്നെ ഇഷ്ടപ്പെടുള്ളൂ. അത് മാത്രമാണ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നത്. ചിലര് ചെയ്യും. അപ്പൊ നമ്മൾ ആലോചിക്കും, ഇവർ സ്വന്തമായിട്ട് കണ്ടിട്ടല്ലേ ഇത് അപ്ലോഡ് ചെയ്യുന്നത്, ഇവർക്ക് അറിയില്ല ഇത് കണ്ടാല് ഒരു ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് എത്ര പേര് ഇങ്ങനെ കോപ്രായങ്ങൾ കാണിച്ച ആൾക്കാരുടെ ഇഷ്ടം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് അറിയാമോ? അപ്പൊ പക്ഷെ അതിനെന്താണ്, അവർക്കും ഒരു പ്ലാറ്റ്ഫോമായി ചിലത് അതിൽ കമന്റ് ചെയ്യും. ഈ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന് ഇവരോടൊക്കെ ആരാ പറഞ്ഞിട്ടുണ്ട്, ഫോൺ എടുക്കാൻ കഴിയില്ല, അതെല്ലാം ഇത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ ഈ ഒരുപാട് കഴിവുള്ളവർ ഇപ്പൊ എത്ര സ്കിറ്റുകൾ പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇല്ലേ, സ്റ്റോറീസ് ആയിട്ട്. എന്ത് ഭംഗിയായിട്ട് അവർ ഡയറക്റ്റ് ചെയ്യുന്നു, അവര് അഭിനയിക്കുന്നു, ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെ, അതിനുള്ളൊരു സ്പേസ് അല്ലേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു കണക്കിന് നോക്കിയാൽ അത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് വളരാനുള്ള ഒരു ഇടം തന്നെയാണ്. പക്ഷെ നാം പറഞ്ഞു വന്ന പോയിന്റ്, മെയിൻ സ്ട്രീം ചാനലുകൾ ഇവരെ അംഗീകരിച്ചു തുടങ്ങി. അതുകൊണ്ടാണല്ലോ ആ ചർച്ചയ്ക്ക് വിളിച്ചത്. ഇപ്പോ മെയിൻ ന്യൂസ് ചാനലുകൾ പോലും അവര് റീച്ചിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം, യൂട്യൂബും ഫേസ്ബുക്കും. ഇതിലുള്ള റീച്ച് അവർ നോക്കുന്നുണ്ട്. തമ്പും ടൈറ്റിലും അതിനനുസരിച്ച് ഇടാൻ അവരും തുടങ്ങിക്കഴിഞ്ഞു. പണ്ട് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ടൈറ്റിലുകൾ ഇടുന്നത് ക്യാച്ച് ചെയ്ത ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അതിലേക്ക് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു അതായത് അങ്ങനെ ഒരു ഇതിൽ നിർത്തുന്ന രീതിയിലുള്ള തമ്പും ടൈറ്റിലും ഇടുമായിരുന്നു. ഇപ്പോ എല്ലാ ചാനലുകാരും, മെയിൻ ചാനലുകാർ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ടൈറ്റിലുകളും തമ്പുകളും അവരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾ ഞെട്ടും. യൂട്യൂബിന് ഒരു ഞെട്ടലുണ്ടായിരുന്നു, ഞെട്ടല് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞെട്ടല് മാറി, ഞെട്ടലിന്റെ യുഗം കഴിഞ്ഞ് അടുത്തിന് എന്താണെന്ന് അറിയില്ല ട്രെൻഡിങ്. അതിലിപ്പോ ഈ ടൈറ്റിൽ ഇടുന്നവരെ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ കഴിയും? മര്യാദയ്ക്ക് ഡീസന്റ് ആയിട്ട് കൃത്യമായി ഒരു കാണില്ല, ആരെങ്കിലും നോക്കുമല്ലോ, ആരും തിരിഞ്ഞു നോക്കില്ല. അതായത് അതിലിങ്ങനെ ഒരു ക്യൂറിയസ് ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആ തമ്പിലും ടൈറ്റിലും ഉണ്ടെങ്കിലേ ക്ലിക്ക് ചെയ്യൂ എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അല്ലാതെ മര്യാദയ്ക്ക് ഇപ്പൊ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് ചെയ്യുന്ന ചില കണ്ടന്റ് ഉണ്ടാവും, ഹൈ ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കാം. പക്ഷെ അതിനിങ്ങനെ വളച്ചൊടിച്ച തമ്പിൻ ടൈറ്റിലും ഇടാൻ തോന്നില്ല നമ്മൾ റിസർച്ച് ചെയ്യുന്ന സാധനങ്ങൾക്ക്. അങ്ങനെ ചെയ്യുന്നത് ഒരു വട്ടിക്കുറുക്കം പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് തന്നെ പറയണം. പക്ഷെ അതേസമയം തട്ടിക്കൂട്ടി എന്തെങ്കിലും ബ്ലാബ്ല അടിച്ചിട്ട് ഇടുന്നതിന് അങ്ങനത്തെ ഒരു കാച്ചിക്കുറുക്കി ഒരു തമ്പും കൂടെ ഇട്ട് കൊടുത്താൽ പറന്ന് കയറും ഇല്ലേ? അപ്പൊ ഇത് ആരുടെ ഫോൾട്ടാ?
കണ്ടന്റ് ഉള്ള സാധനത്തിനെ സെലക്ട് ചെയ്യാൻ നമ്മുടെ ആൾക്കാർക്കും അറിയില്ല. പിന്നെ ചിലത് കുറെ കാലങ്ങൾ പിടിക്കും അതൊന്ന് ആൾക്കാർ അറിഞ്ഞ് എടുത്തു വരാൻ. അപ്പൊ പിന്നെ യൂട്യൂബും പതിയെ പ്രൊമോട്ട് ചെയ്യും. യൂട്യൂബ് എന്താ, ഇവിടെ ആരാ കാണുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതിൽ അവർ പ്രൊമോട്ട് ചെയ്യുള്ളൂ ആ ഒരു സാധനമാണ്. പക്ഷെ ഇപ്പോ വരുന്നത് എല്ലാവരും ഈ ഓൺലൈൻ സാധനത്തിലേക്ക്, സോഷ്യൽ മീഡിയ ചാനലുകൾ പോലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ഫോളോ ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞത്. ആർക്ക്? സന്തോഷ് വർക്കിക്കും അലൻ ജോസ് വർക്കി, സായി ഒരു വ്ളോഗറാണ്. അങ്ങനെ അത് ഈ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നിൽക്കുന്ന പലരും ഉണ്ടായിരുന്നു ആ ഒരു പ്ലാറ്റ്ഫോമില്. അതും ശ്രീകണ്ഠൻ സാറിന്റെ കൂടെ അങ്ങനെ ഒരു ഇരിക്കാനും കഴിഞ്ഞു. അവരുടെ എന്തെങ്കിലും ബ്ലാബ്ലാഡി ആണെങ്കിലും ശരി, അവരും ആ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഈ ഞാൻ ഉള്ളത് പറയാം, പൊങ്ങച്ചൻ പറയുന്നതല്ല, ഇതൊന്നും ഞാൻ നോക്കാറില്ല ശരിക്കും സോഷ്യൽ മീഡിയയിലെ ചാനൽ. കാരണം നമുക്കിപ്പോ ഒരു ന്യൂസ് കാണാം, ഇപ്പൊ ഒരു 3 ചാനലിലെ ഡിസ്കഷൻ മാത്രം കാണുമെങ്കിൽ എത്ര സമയം വേണമെന്ന് ആലോചിച്ചു. എന്നിട്ട് മെയിൻ ന്യൂസുകൾ, നമ്മൾ പല ചാനലിൽ ന്യൂസുകൾ കണ്ടു തീരുമ്പോൾ തന്നെ നമ്മുടെ ദിവസം കഴിയും. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ സന്തോഷ് വർക്കിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞൂടെന്ന് മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ അപ്പൊ അതിൽ ചേച്ചിക്ക് സന്തോഷ് വർക്കിയെ അറിഞ്ഞൂടെങ്കിലും പ്രധാന കാര്യങ്ങളൊക്കെ, നമ്മളിപ്പോ ഒരു ഡിസ്കഷൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയോ വിക്കിപീഡിയ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റില്ലേ, ആ സാധനം എടുത്ത് വെച്ച് പറഞ്ഞു. സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഫേമസ് ആയെന്നറിയില്ല. ആറാട്ട് സിനിമയുടെ റിവ്യൂ പറഞ്ഞപ്പം ആറാടുകയാണ് ഇത്രയും പറഞ്ഞോളൂ. പക്ഷെ അതങ്ങ് കേറി വൈറലായി. ഈ ഒരു ഇത് വൈറൽ യുഗമാണ്. അതെ, എന്താണ് എവിടെ വൈറലാവുക പറയാൻ മാത്രമല്ല, നമ്മളിനിയിപ്പോ എന്തെങ്കിലും ചെയ്ത് വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ പരിപാടി? നമ്മൾ സ്വയം കൽപ്പിത സെലിബ്രിറ്റീസ് ആയി മാറുക. സെലിബ്രിറ്റീസ് ആവുക മാത്രമല്ല, ഇനാഗുറേഷൻ വരുമോ? ഇല്ല, നമ്മളപ്പോ തന്നെ ചാനൽ തുടങ്ങുക. യൂട്യൂബ് ചാനൽ. ഇപ്പോ വന്ന് വാളെടുത്തവരെല്ലാം കോമരങ്ങളായി എന്നുള്ള പറയുന്നതാണ്. പക്ഷെ ആയിക്കോട്ടെ, എല്ലാവർക്കും അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ. ഈ ബിടെക്കുകാരുടെ എണ്ണം കൂടുതലാന്ന് പറയുന്നത്, കല്ലെടുത്തെറിഞ്ഞാൽ വീഴുന്നതെല്ലാം എഞ്ചിനീയർമാരുടെ ദേഹത്താണെന്ന് പറയുമ്പോൾ ബ്ലോഗർമാർ. ഒരു കാര്യം, ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന ആ വാക്കിനെ യഥാർത്ഥത്തിൽ എടുത്തു കളയണം. എന്താണ് സെലിബ്രിറ്റി എന്ന് പറയുന്നത്? എല്ലാരും മനുഷ്യർ തന്നെയാണ്, എല്ലാരും സാധാരണ മനുഷ്യരാണ്, എല്ലാരും കഴിക്കുന്നത് ആഹാരം തന്നെയാണ്, അത് നാളെ പോകുന്നത് അങ്ങനെ തന്നെയാണ്, അത് എല്ലാവരും കഴിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇമേജ് കൽപ്പിത സെലിബ്രിറ്റി. അതെ, ഞാൻ ഇടയ്ക്ക് ഒരാളുമായിട്ട് സംസാരിച്ചപ്പോ ഒരു സ്ത്രീയാണ്, അവരൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമ നടപടികളൊക്കെ നേരിട്ടവരാ. അപ്പൊ അവരെന്നോട്, ഞാൻ അവരുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയതായിരുന്നു. അപ്പൊ എനിക്ക് കുറെ സംശയങ്ങളുണ്ട്, അത് ചോദിക്കണമായിരുന്നു, ചോദിച്ചു. പക്ഷെ അവരുദ്ദേശിച്ച പോലെ ഞാൻ ചോദിച്ചില്ല എന്നതുകൊണ്ടായിരിക്കാം അവർക്കത് പബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു, നിയമ തടസ്സമുണ്ട് എന്ന് പറഞ്ഞു. ശരി, ഓക്കെ. പക്ഷെ അവർ പറഞ്ഞത് ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ ഇങ്ങനെ ഈ ഞാൻ വേറൊരു ടോക്കിൽ കേട്ടായിരുന്നു ഈ ഒരു വാർത്ത ഇങ്ങനെ ആവുന്നതെന്ന്. അപ്പൊ എനിക്ക് ചിരി വന്നു. എങ്ങനെയാണ് ഇവര് സ്വയം സെലിബ്രിറ്റി ആണെന്ന് സ്വയം അവകാശപ്പെടുന്നത്? സെലിബ്രിറ്റി എന്ന വാക്ക് തന്നെ ശരിക്കും പറഞ്ഞ ഒരു അർത്ഥമില്ലാത്ത സാധനമാണ്. ഇപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിലാവട്ടെ, സിനിമയിലാവട്ടെ, സീരിയലാവട്ടെ, എന്തിലായാലും ശരി, നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം അല്ല അവിടെ പ്രദർശിക്കപ്പെടുന്നത്. ഒരിക്കലും നമ്മൾ വേറൊരാളായി ആൾക്കാരുടെ മുന്നിൽ നമ്മളെ അവതരിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് ഒരു സെലിബ്രിറ്റി എന്ന് പറയാൻ കഴിയുന്നത്? ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഉള്ളത് പറയാം, എന്റെ ഒരു ചിന്ത അനുസരിച്ച് റോഡ് പണിയെടുക്കുന്ന ആൾക്കാര്, ക്ലീനിങ് ജോലി ചെയ്യുന്ന ആൾക്കാര്, അവരെയാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സെലിബ്രിറ്റി എന്ന് ഞാൻ അംഗീകരിക്കുന്നത്. അവരോട് എനിക്ക് അവർ റെസ്പെക്ട് കൊണ്ട് അവരെയെല്ലാം ഞാൻ അത് കാരണം സമൂഹത്തെ ശുദ്ധീകരിക്കുന്ന ആൾക്കാരാണ് അവർ. സമൂഹത്തിന് വേണ്ടി ക്രിയേറ്റീവായിട്ട് പണിയെടുക്കുന്നവരാണ്. അവരെ നമ്മൾ വിളിക്കണം സെലിബ്രിറ്റി എന്ന്. അല്ലാതെ ഇപ്പൊ എനിക്കങ്ങനെ ആവണമെന്നില്ല ഒരിക്കലും. എന്നെ ആരും അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട്, ശരിക്കും പറഞ്ഞാൽ വയറ്റിപ്പഴപ്പിന് വേണ്ടി വന്നിരുന്നു പണിയെടുക്കുന്നു. അതിലപ്പുറത്തേക്ക് ഒന്നുമേ അല്ല. അത് വെച്ച് നോക്കുമ്പോൾ ആ കട്ടപ്പണി എടുക്കുന്ന, റോഡ് പണിയെടുക്കുന്നവരും, ക്ലീനിങ് സ്റ്റാഫ്, ഡ്രെയിനേജിൽ പണിയെടുക്കുന്നവര്, വീടുകളിൽ വന്ന് നമ്മളെ വീട്ടിലെ വെച്ച വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് വെച്ചു, പൂച്ച വന്ന് മാന്തി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമോ? ആ വീട്ടിലുള്ള ആൾക്കാർ എടുക്കില്ല. ആ വേസ്റ്റ് ആണ് വന്ന് ചുമന്നുകൊണ്ട് പോകുന്നത്. ഇത് പറഞ്ഞപ്പോഴാ ഇവരെയും ഇതുപോലൊരു മീഡിയ, ഒരു മെയിൻ സ്ട്രീം ഒരു പ്രോഗ്രാമില്, ഏതായിരുന്നു പ്രോഗ്രാം, അമൃത ടിവിയില് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ ഒരു പ്രോഗ്രാമില് ഇതുപോലെ വേസ്റ്റ് എടുക്കാൻ പോകുന്ന അവരെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നായിരുന്നു കുറച്ച് ടീംസിനെ. നല്ല അങ്ങനെ ചെയ്യുന്നത് നല്ലത് തന്നെ. അവരെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അവർ സമൂഹത്തെ ക്ലീൻ ചെയ്യുന്നവരാണ്, അല്ലാതെ കോപ്രായം കാണിക്കുന്നവരല്ല സെലിബ്രിറ്റീസ് എന്ന് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഒരു സിനിമാ താരത്തിനെ കണ്ടാൽ ഫോട്ടോ എടുക്കാൻ ഓടുന്നു, ഭയങ്കര ഇതാ. അവർക്ക് അവരുടെ സ്വകാര്യ ലൈഫുണ്ട്, അതാണ് അവിടെ ഹനിക്കപ്പെടുന്നത്. അതിലുപരി
വേറൊരാളായിട്ട് അഭിനയിച്ച് കാണിക്കുന്നു. അതിനൊന്നും നമ്മൾ അത്ര സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പറയാം എനിക്ക് അസൂയാണെന്ന്. അസൂയൊന്നുമില്ല, അസൂയല്ല, ഇതാണ് കാര്യം.